ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഗായ്സ്. അപ്പം ഒരു 3-4 മാസത്തോളമായി നമ്മൾ പുതിയ വീഡിയോ ഇട്ടിട്ട്. കാരണം എന്ന് വെച്ചാൽ ഫോണിന് കുറച്ച് ഇഷ്യൂ ആയിരുന്നു. അത് എന്തോ പറ്റി, പുതിയ ഫോണൊന്നും എടുത്തില്ല, അത് ശരിയൊക്കെ എടുത്തേതാ വൈബ അങ്ങനെ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് മടി പിടിച്ചിരുന്നു. പിന്നെ ആ വീഡിയോൻ്റെ ആവശ്യം സബ് ചെയ്യുന്നില്ല, കരയുവാണ് ഗായ്സ്. ഞാനിരുന്ന് സബ് ചെയ്യുന്നില്ല. നമ്മളപ്പോൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ടേ, ചുമ്മാ വീട്ടിൽ കുത്തിയിരുന്നാൽ മതി. അങ്ങനെ റോട്ടു 50K അല്ല 50 സബ്ബാണ് അടിച്ച് കയറ്റി തരണം. നമ്മൾ പാപ്പരാടി എന്തുവാടി ഇങ്ങനെ. അപ്പോൾ 50 സബ് അടിച്ച് കയറ്റി തരണം. പിന്നെ നിങ്ങൾക്കുള്ളൊരു ഡൗട്ടായിരിക്കും, ഈ വീഡിയോ എന്തിനാ പകുതി വെച്ച് റെക്കോർഡ് ചെയ്യുന്നതെന്ന്. അതെന്ന് വെച്ചാൽ നിങ്ങൾ സ്കിപ്പ് അടിച്ചു പോലും. എന്നാൽ ഞാൻ കാര്യം പറയാം, ഈ വീഡിയോ ഫുള്ള് കാണണം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയായിരുന്നു. എതിർ ടീം മൂന്ന് പേരും ഒരേ ഡ്രസ്സ്. അവരുടെ പാൻറ്റൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരുന്നില്ല, സസ്പെൻസ് ആണ് ഗൈസ്, സസ്പെൻസ്. കണ്ടോ എൻ്റെ പാൻറ്റ്, കണ്ടോ ഗൈസ്? പിന്നെ നമ്മൾ ടീമിലൂടെ കളിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ശബ്ദം പോകുന്നുണ്ട്, ക്ഷമിക്കുക. എന്തോ കുറച്ച് പനി എന്തോ ആയിട്ടിരിക്കുകയാണ്, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അവൾ ഇപ്പോൾ കുറച്ച് നേരമായി റെക്കോർഡ് ചെയ്യുന്നു ഗൈസ്. ഈ വീഡിയോ പിന്നെ വോയിസ് ഓവറാണെന്ന് വായി വരുന്നില്ല ഗൈസ്. പിന്നെ നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നുണ്ട് ഗൈസ്. 50 സബ്ബായ നമ്മൾ ഒരു 1000 ഡയമണ്ടിന് താഴെയുള്ള സാധനങ്ങൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഗൈസ്. അത് നമുക്ക് ഒന്നുകിൽ അല്ലെങ്കിൽ 1000 ഡയമണ്ടിന് റെഡീം കോഡ് കൊടുക്കും, അല്ലെങ്കിൽ 1000 ഡയമണ്ടിന് താഴെയുള്ള സാധനം സ്റ്റോറിൽ നിന്ന് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കും ഗൈസ്. അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം, എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യണം, ചാനൽ സബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ഗൈസ്. കമൻറ്റിനനുസരിച്ചായിരിക്കും ഞാൻ നോക്കുന്നത്. കമൻറ്റിന് ഏറ്റവും കുറവ് ലൈക്ക് കിട്ടുന്ന ഗൈസ്, ഏറ്റവും കുറവ് ലൈക്ക് കിട്ടുന്ന ചാലഞ്ച് ലൈക്ക് കിട്ടുന്ന കമൻറ്റ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഗൈസ്, നിങ്ങൾ ഓരോരോ കമൻറ്റ് താഴെ ഇതിട്ടൊക്കെ ഒള്ളി പോകണ്ടെന്ന് പറയരുത് ഗൈസ്. ഈ പോകണ്ടില്ല, എനിക്ക് പറ്റുന്ന. പിന്നെ ഞാൻ ഗൺ കളക്ഷൻ അപ്ലോഡ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ചാലഞ്ച്. ആ ഗൺ കളക്ഷൻ അപ്ലോഡ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അറിഞ്ഞിട്ടല്ലോ എൻ്റെ ഈ കൊണ്ട് എന്തൊക്കെ കണ്ടുണ്ടോന്ന്. ഉള്ളി ലെജൻഡറി ഒന്നും പറഞ്ഞാൽ ഗൈസ് എല്ലാം കൊണ്ട് നടക്കത്തില്ല. അതുകൊണ്ട് ഗൈസ് ഗൺ കളക്ഷൻ വാങ്ങിച്ചിട്ട് ചാലഞ്ചൊക്കെ വെക്കണമെന്നുണ്ട് ഗൈസ്. പക്ഷേ ഫോണൊന്നും കിട്ടുന്നില്ല, നമ്മൾ വീഡിയോ ഇടാൻ പറ്റിയ സാഹചര്യം അല്ല. ഇപ്പോൾ രാത്രി സമയം എങ്ങാണ്ടാണ് ഗൈസ് വോയിസ് ഓവർ കൊടുക്കുക. രാത്രി എങ്ങാണ്ട, ഇത്ര സമയമൊന്നും ഓർമ്മയില്ല. ചുമ്മാ രാത്രി 8:30 എങ്ങാണ്ട. 8:30 നമ്മൾ ടീമിനെ വിളിച്ച് അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന സമയമാണ് ഗൈസ് ഇത് സംഭവിച്ചത്. നമ്മൾ സക്സസ്ഫുള്ളി കളി നോക്കും, അത് ഉറപ്പാണ്. സക്സസ്ഫുള്ളി കളി നോക്കും, അത് നമുക്ക് വോയിസ് ഓവർ അല്ലെങ്കിലും അറിയാൻ പറ്റും. നന്നായിട്ട് കളി നോക്കും ഗൈസ്. അത് നമ്മൾ എന്തായാലും കളി നോക്കും. കളി നോക്കിയിട്ട് നമ്മൾ കളിക്കും. പിന്നെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ കളിച്ച് റെക്കോർഡ് ചെയ്തിടാമെന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ പ്ലേ നിങ്ങൾക്ക് കാണാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഞാൻ നമ്മുടെ യൂട്യൂബ് തുടങ്ങിയപ്പോഴേ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് കളിക്കാൻ അറിഞ്ഞൂടാ. കുഴപ്പമില്ലാതെ കളിക്കാനുള്ള സാൻഡ് ന്യൂബാണ്. പിന്നെ എൻ്റെ കൂടെ 1 vs 1 കളിക്കണമെന്നുള്ളവർ താഴെ കമൻറ്റ്. അഹങ്കാരം കൊണ്ടൊന്നും പറയുമല്ലേ, ഇനി ഞാൻ അങ്ങനെ വിചാരിക്കും. അല്ല എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കമൻറ്റ് വായിച്ചിട്ട് നിങ്ങളുടെ UID താഴെ ഞാൻ ഫ്രണ്ടാക്കാം. പറ്റുന്നവരെല്ലാം ഞാൻ ഫ്രണ്ടാക്കുന്നുണ്ട്. എനിക്കിപ്പോൾ നല്ല സ്പേസ് ഉണ്ട്. ഞാൻ വലിയ യൂട്യൂബറൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് അത്യാവശ്യം നല്ലോണം സ്പേസ് ഉണ്ട്. അതുകൊണ്ട് സീനില്ല. നിങ്ങൾ പടപടയെന്നും പറഞ്ഞ് റിക്വസ്റ്റ് ഇട്ട് പടപടയെന്നും പറഞ്ഞ് ഞാൻ സെറ്റ് ചെയ്യും. പിന്നെ നിങ്ങളുടെ പേരും കമൻറ്റ് ചെയ്യണം. ഞാൻ ചില സമയങ്ങളിൽ ബംഗാളികളാണെന്നും പറഞ്ഞ് കളയും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഗിൽഡിൽ കയറണമെന്നുള്ളതും അത് തന്നെ. അധികം റൂൾസ് ഒന്നുമില്ല. ലെവൽ 1 ആയതുകൊണ്ട് അധികം റൂൾസ് ഒന്നുമില്ല. ഗിൽഡ് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ലെവൽ 20 മേളിലാവണം. ലെവൽ 20 മേളിലാവണം. VR ഏകദേശം ഒരു ഗോൾഡ് 3ക്ക് മേളിലാവണം. CS ഗോൾഡ് 1ന് മേളിലാവണം. റൂൾസ് ഞാൻ മാറ്റുന്നുണ്ട്. പിന്നെ ഗ്ലോറി എടുക്കേണ്ടതെന്ന് വെച്ചാൽ 700 ഗ്ലോറി എടുത്താൽ മതി. അല്ല 700 പറയാം 500 ഗ്ലോറി എടുത്താൽ മതി. പിന്നെ ഞാൻ ഇപ്പോഴൊന്നും ഇനി കൂട്ടത്തില്ല. ഇപ്പം ഗിൽഡിൽ കയറുന്നവരുടെ കാരണം 500 മേളിൽ ഗ്ലോറി എടുത്താൽ മതി. അല്ല ഒന്നുമില്ല,
പിന്നെ ഗിൽഡ് വാറിന് നിങ്ങളുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് തരണ്ട. ഞാൻ അത് ഈ വീഡിയോയ്ക്കകത്തൊന്നും കാണിക്കത്തില്ല. അല്ല, ഫോൺ നമ്പറും ഡീറ്റെയിൽസും വേണം. കാരണം എന്ന് വെച്ചാൽ ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട്. ആ ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട്. പിന്നെന്തുവാ, ഗ്രൂപ്പിനകത്ത് നമ്മൾ ഗിൽഡ് വാർ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ കാണത്തില്ല. എന്നും പറഞ്ഞ് എനിക്ക് പോവാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആൾക്കാരെ ഒപ്പിച്ചിട്ട് വേണം എനിക്ക് ഇതാക്കാൻ. ആൾക്കാരെ ഒപ്പിച്ചിട്ട് വേണം ഇതാവാൻ. ഗിൽഡ് വാർ വന്നാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പിൽ കയറി മെസ്സേജ് ഇട്ടാൽ മതി. ഗിൽഡ് വാറുണ്ട് വരണമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി. വന്നില്ലെങ്കിൽ അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് ചെയ്തോളാം. പിന്നെ എനിക്ക് ഞാൻ ഫോൺ എടുക്കുമ്പോൾ ഗിൽഡ് വാറിന് നീ വിളിച്ചിട്ട് ഇപ്പം ഒരാളിപ്പോൾ ഗിൽഡിൽ കയറി, അയാൾ ഗിൽഡ് വാറിൻ്റെ പറഞ്ഞ് നീ മാത്രമേ ഉള്ളൂ ഓൺലൈനിൽ. അങ്ങനെ ഗിൽഡ് വാർ അയാൾ കണ്ടിട്ട് വിളിച്ച് പറഞ്ഞേ 3 പേരെ വിളിച്ച് പറഞ്ഞാൽ അയാൾക്ക് കൃത്യമായ സാഹചര്യം ഉണ്ടെങ്കിൽ അയാൾ കളിക്കണം. അല്ലെങ്കിൽ നമ്മളപ്പം പിന്നെ ഫോൺ എടുക്കുമ്പോൾ കാര്യങ്ങളപ്പം കിക്കാക്കുന്നതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഗിൽഡിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ദയനീയമാണ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. അതും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അതിൽ 2-3 പേരെയൊക്കെ കാല് പിടിച്ച് കരഞ്ഞു കയറ്റുക. കാരണം അവരല്ലെങ്കിൽ എൻ്റെ കൂടെ അയക്കും. റാംബോ എന്ന് പറയുന്ന ആൾ എന്നെ അയാളുടെ ഡൈനാമിക് ആക്കണം. പിന്നെ എന്തായാലും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തൊരു ബ്രോ ഒരു ഇതിട്ടായിരുന്നു. എന്തുവാ ബ്രോ വീഡിയോ കൊള്ളാമെന്ന്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ബ്രോയുടെ പേര് ഞാൻ ഇപ്പോൾ പറയാം. അക്ഷയ് എന്നാണ് ആ ബ്രോയുടെ പേര്. അക്ഷയ് ഇത്ര ഞാൻ വായിച്ചോളൂ. പെട്ടെന്നുള്ള സന്തോഷത്തിൽ എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയപ്പം. അക്ഷയ് എന്നാണ് ആ ബ്രോയുടെ പേര്. ആ ബ്രോയുടെ പേരാണ് അക്ഷയ്. അയാൾ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ സെക്കൻഡത്തെ വീഡിയോ ഒന്നും കണ്ടായിരുന്നു. നൂബ് പ്രാങ്ക് ചെയ്തപ്പം അയാൾ പറഞ്ഞ ബ്രോ വീഡിയോ കൊള്ളാമെന്ന് എനിക്ക് അയച്ച്. അപ്പോൾ എനിക്ക് അയാൾക്ക് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇൻസ്റ്റ ID എം അടിക്കണം, എല്ലാം സ്മാളാ. m.r.christ CRISD. ലോഗോ എന്ന് വെച്ചാൽ റൈസ്റ്റാറിൻ്റെ അത് ഞാൻ മാറ്റിക്കോളാം. ഇതൊന്നും വിളിയല്ലേ. റൈസ്റ്റാറിൻ്റെ എനിക്ക് വേറെ ലോഗോ ഒന്നും കിട്ടാൻ ഞാൻ ചുമ്മാ എടുത്തിട്ട് അത് ഞാൻ മാറ്റിക്കോളാം. അത് മാറ്റും. ലോഗോ കണ്ടുപിടിച്ചിട്ട് ഞാൻ മാറ്റും. കണ്ടുപിടിക്കുന്നുണ്ട്. ഇതുവരെയും കിട്ടിയില്ല ഒരു ലോഗോ. നോക്കുന്നുണ്ട്. തപ്പി അപ്പം മാറ്റും. പിന്നെ എൻ്റെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ എൻ്റെ പേര് സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല. അതുകൊണ്ട് MYന്ന് സ്പേസ് ഇല്ല. ഈ വീഡിയോ കാണുമ്പം കാണിക്കാൻ പറ്റില്ല. ഐ ബട്ടണിൽ വല്ലതും അതൊന്നും എനിക്കറിയില്ല. ആ സാധനത്തിൽ വരും ഗൈസ്. പിന്നെ ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ നോക്കാം. ഒരു ലോങ് ഗ്യാപ്പ് വന്ന് അതിന് എല്ലാവരും ക്ഷമിക്കണം. ആണ് ഗൈസ്. എന്തുവാണ് ഗൈസ്. പിന്നെ ചിലരൊക്കെ എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചായിരുന്നു, ബ്രോ വീഡിയോയുടെ സൗണ്ട് കുറവാണെന്ന്. കാരണം ഞാൻ മൈക്കൊന്നും വെച്ചല്ലിടുന്ന അല്ലാണ് ഗൈസ് ഇടുന്നത്. പിന്നെ എൻ്റെ കുറേ പേര് പറഞ്ഞായിരുന്നു എൻ്റെ ഫോണിൽ നല്ലോണം കളിക്കാൻ പറ്റുന്നുണ്ട്, ലാഗൊന്നും ഇല്ലെന്ന്. ചിലപ്പം നിങ്ങൾക്കത് വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ തോന്നുന്നതായിരിക്കും. അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ തോന്നുന്നതായിരിക്കും ലാഗില്ലെന്ന്. ശരിക്കും നല്ല ലാഗുണ്ട്. നിങ്ങൾ ഒരു 5 പേര് കമൻറ്റ് ചെയ്യും. 5 പേര് കമൻറ്റ് ചെയ്യും ബ്രോയുടെ അയാൾ പറഞ്ഞ കണക്കത് ഞാൻ പറഞ്ഞ കണക്കത് ഫോൺ കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുമോ? അത് ഉറപ്പാണ്. ഒരു 5 പേര് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ കുറേ ഏകദേശം 20-30 പേര് ഈ വീഡിയോ ഇപ്പോൾ കണ്ടെങ്കിൽ സബ് ചെയ്യാവുന്നുണ്ട് ഗൈസ്. അത് നമുക്ക് എന്താ ഗൈസ് സബ് ഗൈസ് കാല് പിടിക്കാം. നിങ്ങൾ നേരിട്ട് തന്നെ ഞാൻ അപ്പം കാല് പിടിക്കും ഉറപ്പാണ്. നിങ്ങൾ സബ് ചെയ്യുക ഗൈസ്. ഇൻസ്റ്റ ഫോളോവേഴ്സ് വേണമെന്നൊന്നും ഞാൻ പറയത്തില്ല. എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ലൈവ് ഇടണം ഗൈസ്. ഫ്രീ ഫയർ ഒരു പ്രാവശ്യമെങ്കിലും ലൈവ് ഇടണം. പിന്നെ ഈ ഫ്രീ ഫയർ ഉള്ളിടത്തോളം ഞാൻ നിർത്തത്തില്ല. അതിനി എന്തൊക്കെ സംഭവിച്ചാലും നിർത്തത്തില്ല. പിന്നെ കളിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. ഇടയ്ക്ക് വെച്ചൊരു ലോങ് ഗ്യാപ്പ് വന്നായിരുന്നു. 1-1.5-2 വർഷം കളി നിർത്തിയിട്ടിരുന്നു. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അക്കൗണ്ടൊക്കെ പോയി. അപ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഗൈസ്. ഇതല്ല ഗൈസ് എൻ്റെ മെയിൻ അക്കൗണ്ട്. വേറെ റെഡ് ക്രിമിനലൊക്കെ ഉള്ളൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു ഗൈസ്. എനിക്ക് നല്ല ഗൈസ്. പിന്നെ എൻ്റെ അച്ഛൻ മരിച്ചു പോയി. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്ന വിഷമം മാറ്റാൻ ആ അക്കൗണ്ട് ഗൈസ് ഫോണൊന്ന് റീസെറ്റ് ചെയ്തപ്പോൾ പോയായിരുന്നു. അതിൻ്റെ വിഷമത്തിൽ 1-1.5-2 വർഷം കളിച്ചില്ല. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ വേറൊരു അക്കൗണ്ട് വന്ന് റെഡ് എന്ന് പറയുന്ന, അത് ലെവലൊന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ കുറച്ചൊക്കെ എടുത്ത് ഒപ്പിച്ച് 30-32 ലെവലും കണ്ടുള്ളൂ. കുഴപ്പമില്ലാത്ത ലെവൽ. ഇപ്പോഴും അത്രേ ഉള്ളൂ. അങ്ങനെ ഈ ഫോണൊന്ന് റീസെറ്റ് ചെയ്തപ്പോൾ പോയി. പിന്നെ ഈ മിസ്റ്റർ ക്രൈസും ഈ ഇടയ്ക്ക് റീസെറ്റ് ചെയ്തായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഐഡിയും പാസ്വേഡും അറിയാവുന്നതുകൊണ്ട് ഒരു സീനും ഇല്ല. തിരിച്ച് അക്കൗണ്ട് അങ്ങ് കിട്ടി, റിക്കവറായി. അതുമാത്രമല്ല വേറെ ഫോണിലും ഇതാക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. അക്കൗണ്ട് കിട്ടി.
അതാ അത് റിക്കവർ ചെയ്തെടുക്കാൻ കുറേ നാളായി ഗൈസ്. അതുകൊണ്ടും കൂടെ ആ വീഡിയോ ഇടാൻ ലേറ്റായത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ നമ്മൾ വേറെ പണിയൊന്നും ഇല്ലാത്തപ്പോഴാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. നമ്മളൊരു പാവം ചെറുക്കനാ, എന്തോ ചെയ്യാനാ. പിന്നെ എനിക്ക് കണ്ടന്റില്ല കാര്യം. ഈ വെപ്പണിൻ്റെ ഈ സാധനം ഇട്ടിട്ട് നിങ്ങൾ ചാലഞ്ച് കമൻറ്റ് ചെയ്താൽ എനിക്ക് പറ്റുന്നതാണ് ഞാൻ മാക്സിമം ചെയ്യും. പിന്നെ എൻ്റെ ഇതിൻ്റെ കൂടെ എപ്പോഴും ഫ്രണ്ട്സ് കാണത്തില്ല ഗൈസ്. എൻ്റെ കൂടെ എപ്പോഴും ഫ്രണ്ട്സ് ഒന്നും കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും വിചാരിക്കണ്ട, എൻ്റെ ഫ്രണ്ട്സ് ഇല്ല. പിന്നെ ഒരു 50 സബ്ബായി കഴിഞ്ഞാൽ പിന്നെ ലൈവ് ഇടുമ്പോൾ 2-3 പേര് കാണുമ്പോൾ ഫ്രീ ഫയർ കളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, അവർ കാണുകയും ചെയ്യും. ആ സമയം വേണമെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ഇട്ട് അക്സെപ്റ്റും ചെയ്യും, അവരുടെ കൂടെ കളിക്കുകയും ചെയ്യും ഗൈസ്. നമ്മൾ വലിയ യൂട്യൂബർ ആയാലും ഫസ്റ്റ് സബ് ചെയ്തവരെയും ഫസ്റ്റ് എൻ്റെ കൂടെ കളിച്ചവരെയൊന്നും ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് കളയത്തില്ല ഗൈസ്. പിന്നെ ഇപ്പോൾ ഡീആക്ടിവേറ്റ് ആയവരാണെങ്കിൽ കളയും. അല്ല, ഇപ്പോഴും കളിക്കുന്നുണ്ട്, പണ്ടൊക്കെ ഫ്രണ്ട് ആക്കിയതില്ലേ, അവരെയൊന്നും കളയത്തില്ല. ഈ യൂട്യൂബിൽ നിന്ന് ഫ്രണ്ട് ആക്കിയവരെ കളയത്തില്ല എന്നാ ഞാൻ പറഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മൾ കളിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നു. നമ്മളിപ്പം 3-1 ഗൈസ്. തോക്കുവോ ജയിക്കുമോ എന്നാണ്, ഇനിയൊന്ന് ജയിക്കുമെന്നാണ്. ഞങ്ങൾക്ക് 3 അതുപോലെ കൊച്ചുകള്ളി, അതെൻ്റെ ഒരു കൂട്ടുകാരനാണ് കേട്ടോ. എല്ലാം അടിച്ചിട്ടേക്കുന്നത്, എന്നെ എപ്പോഴും കൊച്ചുകളി എന്ന് വിളിക്കുന്നുണ്ട്, അടിച്ചിട്ട്. പിന്നെ ഈ നന്മൻ 2 അടിച്ചിട്ടേക്കുന്ന അത് എൻ്റെ ഒരു കൂട്ടുകാരനെ എൻ്റെ ചേട്ടൻ അക്കൗണ്ട് മേടിച്ചേ, അത് ഞാൻ മാറ്റുന്നുണ്ട്. അതിൻ്റെയാണ് ഈ നന്മൻ 2 എന്ന് കൊടുത്തേക്കുന്നത്. പിന്നെ DS ക്യാമ്പ്, അതെൻ്റെ ഒരു ഫ്രണ്ടല്ല കാര്യം. പക്ഷേ ഈ കൊച്ചുകള്ളി സെഡോർഫ് എന്നാണല്ലോ ഇത് കൊച്ചുകള്ളിയുടെ. സെഡോർഫിൻ്റെ ഫ്രണ്ടാണ് കാര്യം. അവൻ സെഡോർഫിൻ്റെ ഫ്രണ്ടാണ്. പിന്നെന്തുവാ, സെഡോർഫിൻ്റെ ഫ്രണ്ടാണ് DS ക്യാമ്പ് എന്ന് പറയുന്നത്. ഇടയ്ക്ക് വെച്ച് എൻ്റെ ഗിൽഡിൽ കയറാനൊക്കെ നിന്നെ, അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് എൻ്റെ ഗിൽഡിൽ കയറാൻ നിന്നെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ഗൈസ്. ടൈം ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല, ടൈം എങ്ങാണ്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ഗൈസ്. ലവ് യു ഓൾ ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ കാര്യവും ഓർത്ത് വെച്ചിട്ടുണ്ടല്ലേ. ഇൻസ്റ്റ സബ് എല്ലാം സബ് ചെയ്ത് പവർ ആക്കുക. നമുക്ക് പോകണം. ഇപ്പം വീഡിയോ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ് ചിലപ്പോൾ ഇപ്പം എൻ്റെ ഫോൺ പോവും. അപ്പോൾ നമ്മളോട് ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഞാനിവിടെ ബൈ ബൈയും ടൈപ്പ് ചെയ്യാൻ പോകണം. ടാറ്റ ടൈപ്പ് ചെയ്യാം നമുക്ക്. ടാറ്റ ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പോവുകയാണ്, വീഡിയോയോട് വിട പറയുകയാണ്. ഇൻസ്റ്റ സബ് ചെയ്യണം, എല്ലാം സബ് ചെയ്യണം. അറിയാലോ ഗൈസ്, അറിയാലോ എന്തിനാണെന്ന് ഇങ്ങനെ പറയുന്നത് ഇല്ലേ. നമ്മൾ സബ് ചെയ്യും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ബൈ ബൈ. ഇതാണ് എൻ്റെ അപ്പൂപ്പൻ. ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ അപ്പൂപ്പൻ. ടാറ്റ.